തൃപ്പൂണിത്തുറ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിറിന്റെ മരണത്തിൽ മാതാപിതാക്കളുടെയും സ്കൂൾ അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തി. കാക്കനാട് കളക്ടറേറ്റിൽ വെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസാണ് മൊഴി രേഖപ്പെടുത്തിയത്. പല ചോദ്യങ്ങൾക്കും സ്കൂൾ അധികൃതർ കൃത്യമായി മറുപടി നൽകിയില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് പറഞ്ഞു. കാക്കനാട് കളക്ടറേറ്റിൽ വെച്ചാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് മിഹിറിന്റെ മാതാപിതാക്കളുടെയും ഗ്ലോബൽ സ്കൂൾ അധികൃതരുടെയും മുൻപ് മിഹിർ പഠിച്ച ജം സ്കൂൾ അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തിയത്. മിഹിർ ബുള്ളിങ്ങിനോ പീഡനങ്ങൾക്കോ ഇരയായോ എന്ന് പരിശോധിക്കുമെന്നും പല ചോദ്യങ്ങൾക്കും സ്കൂൾ അധികൃതർ കൃത്യമായി മറുപടി നൽകിയില്ലെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് പറഞ്ഞു. ഇതുവരെ 2 സ്കൂളുകളും NOC സമർപ്പിച്ചിട്ടില്ല. വാലിഡ് NOC ഇല്ലെങ്കിൽ സ്കൂളിനെതിരെ നടപടി സ്വീകരിക്കും. സർക്കാരിന് 2-3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പറഞ്ഞു. സ്കൂൾ മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ള അധ്യാപകരുടെയും പ്രിൻസിപ്പലിന്റെയും അവിടുത്തെ ചാർജ് ഓഫീസറുടെയും ഒക്കെ റെസ്പോൺസുകൾ പലതും അവ്യക്തത നിറഞ്ഞത് തന്നെയാണ്. പല ചോദ്യങ്ങൾക്കും തൃപ്തികരമായ ഉത്തരം നൽകുവാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. എന്നാൽ കൂടുതൽ പരിശോധനയും രേഖകളും അവരോട് ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറ്റൻഡൻസ് ഷീറ്റ്, അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള പരാതിയിലെ എല്ലാം ഓൺലൈനാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ ഓൺലൈനിൻ്റെ ഡീറ്റെയിൽസ് അവരോട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ കിട്ടിയതിന് ശേഷം ഈ കാര്യത്തിൽ പരിശോധന നടത്തി കൂടുതൽ പരിശോധന ആവശ്യമുണ്ട് എങ്കിൽ അതിനുള്ള ശുപാർശ കൂടി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നതാണ്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും സ്കൂളിന് ലഭിച്ചിട്ടില്ലെന്നാണ് ഗ്ലോബൽ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. കേസ് അന്വേഷിക്കുന്ന ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം മിഹിറിന്റെ മാതാപിതാക്കളിൽ നിന്നും ജം സ്കൂൾ വൈസ് പ്രിൻസിപ്പലിൽ നിന്നും വിശദവിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ഈ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിൽ നിന്നും മിഹിറിനെ മാനസിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്. പിന്നാലെ ജം സ്കൂൾ വൈസ് പ്രിൻസിപ്പലിനെ കഴിഞ്ഞ ദിവസം അന്വേഷണ വിധേയമായി സസ്പെൻഡും ചെയ്തിരുന്നു. സ്കൂൾ അധികൃതരുടെയും സഹപാഠികളുടെയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് മിഹിറിന്റെ മരണത്തിന് പിന്നാലെ പ്രത്യക്ഷപ്പെട്ട ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ ചാറ്റുകൾ പരിശോധിക്കും. ഇതിലെ ചാറ്റുകളിൽ നിന്നാണ് മിഹിറിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചത്. ഇതിലെ ചില സംഭാഷണങ്ങളും സ്ക്രീൻഷോട്ടുകളും കുടുംബം പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം പേജ് പിന്നീട് അപ്രത്യക്ഷമായി. ഈ പേജിൽ നിന്ന് ചാറ്റുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ പോലീസ്. ഇക്കഴിഞ്ഞ ജനുവരി 15-നാണ് താമസിക്കുന്ന ഫ്ളാറ്റിന്റെ 26-ാം നിലയിൽ നിന്നും ചാടി മിഹിർ ആത്മഹത്യ ചെയ്യുന്നത്. മകൻ സ്കൂളിൽ നിന്നും സഹപാഠികളിൽ നിന്നും നേരിട്ട ക്രൂരപീഡനങ്ങൾ വ്യക്തമാക്കി മിഹിറിന്റെ അമ്മ മുഖ്യമന്ത്രിക്കും DGPക്കും വിശദമായി പരാതി സമർപ്പിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.